ഞാൻ പ്രീതിയുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ ഐശ്വര്യങ്ങളല്ലേ. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ബുക്ക് ഇതാടാ. നീ എന്തേ ആലോചിച്ചോണ്ടിരിക്കണേ? അവേ ഈ ഹോട്ടൽ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ഉണ്ട്. എന്താണ്? അതെ, നമ്മുടെ ഈ സ്പേസ് ഷിപ്പിലൊക്കെ മാസങ്ങളോളം താമസിക്കുന്ന ആസ്ട്രോനോട്ട്സ് ഇല്ലേ, സുനിത വില്യംസിനെയൊക്കെ പോലെ, അവർക്ക് ഈ ഫുഡിന് പകരം അതിൻ്റെ എസെൻസ് ഉള്ള ക്യാപ്സ്യൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതായതുകൊണ്ട് എനർജി കിട്ടും, വിശപ്പുണ്ടാവില്ല, പിന്നെ ടോയ്ലറ്റിലും പോകണ്ട. അതും ഈ ഹോട്ടൽ ബിസിനസ്സും തമ്മിൽ എന്താ ബന്ധം? പറഞ്ഞുതരാം. അതായത് നമ്മൾ അങ്ങനത്തെ കുറച്ച് ക്യാപ്സ്യൂൾസ് മാർക്കറ്റിൽ ഇറങ്ങുന്നു. അതായത് ഉഴുന്നുവടയുടെ, സമൂസയുടെ, പപ്സിൻ്റെ, ബർഗറിൻ്റെ ഒക്കെ എസെൻസ് എല്ലാം ഷോപ്പിൽ ചെല്ലുന്നു, കാശ് കൊടുക്കുന്നു, ക്യാപ്സ്യൂൾ വാങ്ങുന്നു, പോക്കറ്റ് ഇടുന്നു, പോകുന്നു. എല്ലാം വളരെ ഈസി. മറ്റേ ഫുഡ് ഓർഡർ ചെയ്യണം, കാത്തിരിക്കണം, അത് കഴിച്ചിട്ട് ഹാൻഡ് വാഷ് ചെയ്യണം, വെറുതെ ടൈം വേസ്റ്റ് അല്ലേ. മാത്രമല്ല ഷോപ്പ് കീപ്പേഴ്സിനും ലാഭമാണ്. അധികം സ്പേസ് വേണ്ട, കുറച്ച് സ്റ്റാഫ് മതി, എല്ലാത്തിനും കൂടി ഒരു ചെറിയ ടേബിൾ മതി. നൈസ് അല്ലേ? എങ്ങനെയുണ്ട്? വണ്ടർഫുൾ സാം. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ തലശ്ശേരി ബിരിയാണിയെ കിട്ടോ ക്യാപ്സ്യൂളായിട്ട്? ഈ മറ്റേ കോഴിക്കോടൻ അലുവ, അമ്പലപ്പുഴ പാൽപ്പായസം, അതൊക്കെ കിട്ടോ? ആക്ച്വലി നമുക്ക് എല്ലാ ഫുഡ് ഐറ്റവും ക്യാപ്സ്യൂൾ ആക്കാൻ പറ്റും. ഷേടാ, ഇത് അടിപൊളിയാണല്ലോ. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പം നമ്മൾ സദ്യക്ക് എന്ത് വിളമ്പും കുറച്ചാൾ കഴിയുമ്പോൾ? ഒരു പണിയാം, ഈ കുറച്ച് ക്രോസിനും പാരസെറ്റമോളൊക്കെ വെച്ചിട്ട് ജലൂസിൽ ഒഴിച്ചിട്ട് കുഴച്ചടിക്കാം. എങ്ങനെയുണ്ട്? കളിയായിക്കോ. അത് ഞാൻ ഇപ്പോഴേ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടല്ലോ നിന്നെ കൂടെ താമസിപ്പിച്ചതിന്. എടാ ഒന്നാമത് ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പോഴേ ഉപ്പിലിട്ടാണ് ജീവിക്കുന്നത്. ഇനി നിനക്ക് ആൾക്കാരെ പിടിച്ച് ക്യാപ്സ്യൂളിനകത്താക്കണം. അല്ല മോൻ ഇന്ന് രാവിലെ എന്താ കഴിച്ചേ? നാളെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒരു ക്യാപ്സ്യൂൾ എടുത്ത് തരട്ടെ? ഞാൻ പോകണം. ജോ ഇങ്ങോട്ട്. ഞാൻ വീട്ടിൽ പോകണം. ഈയടാ സാമേ, ആ വേല മനസ്സിലിരിക്കട്ടെ. ഇതൊന്നും തീർക്കാണ്ട് ഇവിടുന്ന് മുങ്ങാനല്ലേ? നമുക്കിതൊക്കെ മൊത്തം തീർത്തിട്ട് ഒരുമിച്ച് വീട്ടിൽ പോവാം. ഓക്കെ ശരി. നീ ആ DIGയുടെ കയ്യിൽ നിന്ന് കുറേ നമ്പർ പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ. അതൊന്നും ഇവിടെ ഇറക്കണ്ട കേട്ടാ, അവിടെ കുത്തി. സാറിനെ വിളിച്ചിരുന്നോ? വിളിപ്പിച്ചോ. പ്ലീസ് കം. മീനാക്ഷി, നമ്മുടെ ഫാഷന്റെ സ്റ്റേജിന്റെ ഡിസൈൻ ഞാൻ മോർണിംഗ് പറഞ്ഞിരുന്നു. ഓക്കെ ഞാനത് മറന്നുപോയി. ആക്ച്വലി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ടു ബി ഫ്രാങ്ക്. ഓക്കെ, ഈ നമ്മുടെ പല ചേഞ്ചസ് ഉണ്ടല്ലോ ലൈഫിൽ, ശീലിച്ച് നമ്മൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് എസ്പെഷ്യലി അബൌട്ട് അപ്പിയറൻസ്? സർ താരയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അതെ. ഇത് ആക്ച്വലി വൈഫ് സജസ്റ്റ് ചെയ്താണ്. പക്ഷെ താടി പഠിച്ചു കഴിഞ്ഞപ്പോഴൊരു എന്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന പോലെ തോന്നുന്നു. അയ്യോ സീരിയസ്, ഞാൻ ആക്ച്വലി നന്നായെന്ന് പറയാൻ വേണ്ടി നിൽക്കായിരുന്നു. താടി ഉണ്ടെങ്കിലേ ആൾക്കാർക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാവും. ഇത് പഠിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നുന്നു ഓഫീസർ റെസ്പെക്ട് കുറഞ്ഞു എന്നൊരു ഫീലിംഗ് കാലത്ത്. സർ ഇതൊക്കെ നോക്കാറുണ്ടോ? ആക്ച്വലി സർ കുറച്ചുകൂടി ചെറുപ്പായ പോലെ ഉണ്ട്. മാത്രല്ല ഏതൊരു ആംഗിളിൽ നിന്നും സാറിനൊരു ഹിന്ദി നടന്റെ ചായ ഉണ്ട്. ആണല്ലേ? എനിക്ക് തോന്നുന്നു പലപ്പോഴും. പിന്നെ സാർ ഇതൊക്കെ നോക്കൂന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റണല്ലോ ആക്ച്വലി. അല്ല അങ്ങനെയല്ല. എനിവേ താങ്ക് യു മീനാക്ഷി. യു ക്യാൻ ക്യാരി ഓൺ. സർ ആക്ച്വലി നമ്മളെപ്പോഴും റീഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ സർ? യു ആർ റൈറ്റ്. പല ആൾക്കാരും നമ്മളെ പിന്നിലേക്ക് വലിക്കാനും കളിയാക്കാനും ഒക്കെ നോക്കും. പക്ഷെ നമ്മൾ അതിലൊന്നും ബോധർ ആവരുത്. ശരിയാണ്. നമ്മുടെ ഓഫീസിലുണ്ട് അങ്ങനെ ചില ആൾക്കാരൊക്കെ. നമ്മളതിലൊന്നും വെറീഡ് ആവരുത് ആക്ച്വലി. ഈ നമ്മുടെ ഓഫീസിൽ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അവര്? നമ്മുടെ ഓഫീസിൽ എന്ന് പറയുമ്പോ ജിൻഡോ ഒക്കെ ആയിരിക്കും അല്ലേ? പെട്ടെന്ന് എനിക്ക് അത് ഓർമ്മ വരുന്നത്. ഓക്കെ മീനാക്ഷി, യു ക്യാൻ ക്യാരി ഓൺ. താങ്ക് യു. ഓക്കെ സർ. മീനാക്ഷി, ആ ജിൻഡോനോട് ഇങ്ങോട്ട് വരാൻ പറയൂ കേട്ടോ. ഓക്കെ സർ. അങ്ങനെ ഗീതവും ഹിമേഷും വേർപിരിയുന്നതോടെ നമ്മുടെ സിനിമ അവസാനിക്കുകയാണ്. ബാബു സാർ എങ്ങനെയുണ്ട്? സബ്ജക്റ്റ് കൊള്ളാം. ഇതിലെത്ര പാട്ട് സീനുണ്ട്? 2 പാട്ടുണ്ട്. ഒന്ന് ഒരു അടിപൊളി സിനിമാറ്റിക് റൊമാൻറ്റിക് സോങ്, മറ്റൊന്നൊരു സിറ്റുവേഷൻ സോങ്. അത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട്. ഫൈറ്റോ? സർ ഒരു ഫൈറ്റ് ഉണ്ടായിപ്പോയി സർ, ഞാൻ വേണത് ഒഴിവാക്കാം. അത് വേണ്ട.
അത്യാവശ്യത്തിന് ഫൈറ്റും ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടെങ്കിൽ തിയേറ്ററിൽ ആൾ ആ കയറും. അത് കറക്റ്റാണ്. സബ്ജക്റ്റ് ഓക്കെ അല്ലേ സാർ? നോക്കു മോനെ, എന്നെ അപേക്ഷിച്ച് എനിക്കിതൊരു ബിസിനസ്. അതറിയാം. പൈസ ഇറക്കുക, പൈസ എടുക്കുക. വാരി അല്ലാതെ ഈ മലയാള സിനിമ മുഴുവൻ നമ്മളെ കൊണ്ട് ഉഴുതുമറിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ നിന്റെ സബ്ജക്റ്റ് അതിനൊരു വെറൈറ്റി ഉണ്ട്. വെറൈറ്റി അല്ലേ? ആ എന്നാലും എരിവും പുളിയും കുറവാ. കുറച്ചുകൂടി മസാല ചേർത്താൽ സംഗതി ഉഷാറാകും. ഉഷാറാണ്. ആ പിന്നൊരു കാര്യം, എനിക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെ എന്റെ ചില സുഹൃത്തുക്കൾ കാണും. Okay. ഈ കഥ ഒന്ന് അവരെ പറഞ്ഞ് കേൾപ്പിക്കും. ഓ അവരുടെ കൂടി അഭിപ്രായം അറിയാലോ. എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ. ആ ചുമ്മാ അവരെ വിളിക്കണം സാർ. ഈ സിനിമയെ കുറിച്ചൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള ആൾക്കാരുടെ അഭിപ്രായം നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും. അവർക്ക് സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല. സമൂഹത്തിലെ നാനാ തുറകളിൽ പെട്ടവരാണ് അവർ. തുറന്നുള്ള ആൾക്കാരാണ്. വിളി വിളി. മുട്ട കഴിക്കും സാർ. ആ